ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നേടികൾ. നമ്മൾ ഇന്ന് ചെയ്യുന്ന സദോസിയും ഷുഗർ ബീഡ്സും 2 ബീഡ്സും ഒക്കെ വെച്ച് ചെയ്യുന്ന സിമ്പിൾ ഡിസൈനാണ്. ഇത് ചെയ്യാൻ വേണ്ടി ഗ്രീൻ കളർ ആംഗ ത്രെഡ് വേണം, പിന്നെ റെഡ് കളർ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡും വേണം, പിന്നെ ഗോൾഡൻ കളർ 2 ബീഡ്സും ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും ഗോൾഡൻ കളർ തന്നെ സർദോസിയും വേണം. പിന്നെ നീഡിൽ നമ്പർ 16 ആണ് ഞാൻ ആംഗ ത്രെഡ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ നീഡിൽ നമ്പർ 9 ആണ് ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ബീഡ്സ് വൈറ്റ് കളർ പേളും കൂടെ വേണം, ചെറിയ മീഡിയം സൈസിലുള്ള വൈറ്റ് കളർ പേളും വേണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കണം. പിന്നെ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്, നെക്കിന് ചുറ്റുമാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ഒരു പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. 3 ലെയറായിട്ടാണ് ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിലും വരച്ചെടുക്കാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വരച്ചെടുത്തത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്താലും മതി. പിന്നെ ഈ സർദോസി വെച്ചിട്ട് നമ്മൾ എത്ര ഡിസൈൻ ചെയ്യുമ്പോൾ അത് എത്ര വലിപ്പമാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണം. എത്ര എണ്ണം നമ്മൾ ചെയ്യുന്ന അത്രയും കട്ട് ചെയ്തെടുക്കാമെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും അളവ് നോക്കേണ്ടി വരും വീണ്ടും ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ ഇതെടുത്തേക്കുന്ന സാധാരണ സ്റ്റിച്ചിങ് ത്രെഡ്, റെഡ് കളറിൽ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സദോസിയുടെ കളറിൽ തന്നെയുള്ള ത്രെഡ് എടുക്കാം. ഞാനിപ്പോൾ റെഡ് കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് നൂലെടുത്തിട്ട് പിന്നെ ഈ സദോസി ഉള്ളിലേക്ക് കയറ്റിയിട്ട് പിന്നെ ഓരോ എൻഡിൽ വന്നിട്ട് വീണ്ടും കുത്തിയെടുത്താൽ മതി. പിന്നെ ഇത് വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. നമ്മൾ സർദോസി വെക്കുമ്പോൾ ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ ഇതിന് മിഡിലായിട്ട് ഒരു വൈറ്റ് പേൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോൺസ് കൊടുക്കാം, അല്ലെങ്കിൽ ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്താം, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സർദോസി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ നൂലിൽ 2 ഷുഗർ ബീഡ്സും കൂടെ കോർത്തിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ എല്ലാ സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോർണേഴ്സ് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടി ഗ്രീൻ കളർ ആംഗ ത്രെഡാണ് എടുത്തേക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ആയിട്ടാണ് നൂലെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 2 ലൂപ്സ് വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ കോർണറിൻ്റെ ഉള്ളിൽ നിന്ന് നീഡിൽ എടുത്തിട്ട് 2 ടൈംസ് നീഡിൽ ത്രെഡ് റാപ്പ് ചെയ്തിട്ട് കോർണറിൻ്റെ വെളിയിലേക്ക് നീഡിൽ താഴ്ത്തണം. ഇങ്ങനെ 4 കോർണേഴ്സിലും റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന 3 റോസിലാണ്. അപ്പോൾ ഈ എല്ലാ ഡിസൈനിലും നമ്മൾ ഇതുപോലെ തന്നെ കോർണേഴ്സിൽ ഗ്രീൻ കളർ ആംഗ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യണം.
ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതിൻ്റെ ഇടയ്ക്കൊക്കെ 2 ബീഡ്സ് കൊടുക്കുക. നമ്മൾ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടില്ല, മുകളിലും താഴെയായിട്ട് വരച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ വരയുടെ മുകളിൽ കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് 2 ബീഡ്സ് ചെയ്യുക. അപ്പോൾ ആ പാറ്റേൺ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടും. എന്നിട്ട് പിന്നെ അതിനുള്ളിലെല്ലാം ഫില്ല് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ഡിസൈൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.